പണ്ട് ഒരു വേട്ടക്കാരൻ 2 നായകളെ വളർത്തിയിരുന്നു. ഒരു നായയെ മാത്രമേ അയാൾ നായാട്ട് പരിശീലിപ്പിച്ചിരുന്നുള്ളൂ. മറ്റേ നായ വീടിന് കാവൽ നിന്നു പോന്നു. എല്ലാ ദിവസവും നായാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസത്തിന്റെ ഒരു പങ്ക് അയാൾ വീട്ടുനായയ്ക്ക് കൊടുത്തിരുന്നു. നായാട്ടുനായയ്ക്ക് അത് ഇഷ്ടമായില്ല. ഒരു ദിവസം നായാട്ടുനായ വീട്ടുനായയുടെ നേരെ കുതിച്ചു ചാടി. നാണം കെട്ടവനെ, നീ എത്ര നാൾ ഈ കള്ളത്തീറ്റ് തിന്നും? ഞാൻ തേടിക്കൊണ്ടുവരുന്ന ഇറച്ചിയുടെ ഓഹരി പറ്റാൻ നിനക്ക് ലജ്ജയില്ലേ? സഹോദര, ഞാനെന്തിനു ലജ്ജിക്കണം? വീട്ടുനായ മറുപടി പറഞ്ഞു. യജമാനനെ ഞാൻ അധ്വാനിക്കുന്നതും നായാട്ടിന് പോകുന്നതും ഇഷ്ടമല്ല. അതിന് എന്നെ ഒട്ടും ശീലിപ്പിച്ചിട്ടുമില്ല. മറ്റുള്ളവരുടെ അധ്വാന ഫലം പറ്റി ജീവിക്കാനേ എനിക്കറിയൂ. അതാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നതും. പക്ഷേ ഞാനതിൽ കുറ്റക്കാരനല്ല. നായാട്ടുനായ പിന്നെയൊന്നും ഉരിയാടിയില്ല. വീട്ടുനായ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നായാട്ടുനായയ്ക്ക് മനസ്സിലായി. പണ്ട് ഒരു കാട്ടുകോഴിയും ഒരു കഴുതയും വലിയ ചങ്ങാതികളായി ജീവിച്ചു പോന്നു. അവർ മിക്കപ്പോഴും കാണുകയും കുശലം പറയുകയും ഒക്കെ ചെയ്തു. ഒരു ദിവസം അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു സിംഹം പോകുന്നതിനിടയായി. സിംഹത്തിനാണെങ്കിൽ കോഴിയുടെ കൂവൽ മഹാദേഷ്യവും വെറുപ്പുമാണ്. ഇതറിയാവുന്ന കാട്ടുകോഴി സിംഹത്തിനെ കണ്ട ഉടനെ ഒന്ന് നീട്ടിക്കൂവി. അരോചകമായ ആ സ്വരം കേട്ടതും ആവശ്യപ്പെട്ടുകൊണ്ട് ഓടി സ്ഥലം വിട്ടു. കഴുതയ്ക്കിത് കണ്ട് അത്ഭുതമായി. എന്ത്, മൃഗരാജാവായ സിംഹം ഒരു കോഴിയുടെ കൂവൽ കേട്ട് പേടിച്ചോടുകയോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് തോഴിച്ചാൽ സിംഹം ചത്തുപോകുമല്ലോ. അങ്ങനെയായി കഴുതയുടെ ചിന്ത. സിംഹത്തിനെ തോഴിക്കാനായി കഴുത ഉടനെ സിംഹത്തിന്റെ പിറകെ കുതിച്ചു. പിറകിൽ എന്തോ സ്വരം കേട്ട് തിരിഞ്ഞു നോക്കിയ സിംഹം തൻ്റെ നേരെ കുതിച്ചു വരുന്ന കഴുതയാണ് കണ്ടത്. സിംഹം ഒന്ന് ചിരിച്ചു. സിംഹം കഴുതയുടെ മേൽ ചാടി വീണു. അവൻ്റെ കഥ കഴിക്കാൻ പിന്നെ ഒട്ടും സമയവും എടുത്തില്ല. സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള അമിത വിശ്വാസം ആപത്ത് ക്ഷണിച്ചു വരുത്തും. കുളക്കരയിൽ ജീവിച്ചിരുന്ന കൊക്കിന് പ്രായമേറി. കുളത്തിലെ മീനുകളായിരുന്നു അവൻ്റെ ഭക്ഷണം. പക്ഷേ പഴയതുപോലെ വെള്ളത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങാൻ വയ്യാതായി. പ്രായമായതു തന്നെയാണ് കാരണം. ഇനി എന്താ വഴി എന്നായി കൊക്കിൻ്റെ ആലോചന. ഒരു ബുദ്ധി അവൻ കണ്ടുപിടിച്ചു. ഒരു ദിവസം കുളത്തിൻ്റെ അരികിൽ കൊക്കമ്മാവൻ ദുഃഖം നടിച്ചു നിന്നു. മീനുകൾ അത് കണ്ടു. അവർ ദുഃഖകാരണം അന്വേഷിച്ച് ഓടിയെത്തി. അമ്മാവാ, എന്തു പറ്റി? എല്ലാവർക്കും വേണ്ടി ഒരു മീൻ ചോദിച്ചു. കൊക്ക് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമ്മുടെ എല്ലാം കഷ്ടകാലം വരികയാണ്. പക്ഷേ എൻ്റെ ദുഃഖം നിങ്ങളെക്കുറിച്ചാണ്. എന്തുണ്ടായി അമ്മാവാ? മീനുകൾക്ക് ഉത്കണ്ഠയായി. ദീനഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കൊക്ക് പറഞ്ഞു, കുറേ മീൻപിടുത്തക്കാർ ഇന്നീ വഴി വന്നിരുന്നു. നാളെ മുതൽ കുളത്തിൽ വല വീശാനാണ് അവരുടെ പരിപാടി. അത് കേട്ടപ്പോൾ ഞാൻ നിങ്ങളുടെ ഗതി ഓർത്തു. അമ്മാവൻ ഞങ്ങളെ രക്ഷിക്കണം, മീനുകൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഞാനൊരു പോംവഴി കണ്ടുവച്ചിട്ടുണ്ട്. നോക്കൂ, ദാ ആ കാണുന്ന കുന്നിന് പിന്നിൽ ഒരു വലിയ തടാകമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയായി ഞാനവിടെ എത്തിക്കാം, പോരെ? മീനുകൾക്ക് പോകാൻ തിടുക്കമായി. കൊക്കിന് നാവിൽ വെള്ളം മൂറി. അവൻ കൊക്കിലൊതുങ്ങുന്ന മീനുകളെയും കൊത്തി ഉടൻ തന്നെ പറന്നു. കുന്നിന് മുകളിലുള്ള പാറയുടെ മുകളിലിരുന്ന് അവൻ മീനുകളെ ഒന്നൊന്നായി ഭക്ഷിച്ചു. അടുത്തതൊരു ഞണ്ടിൻ്റെ ഊഴമായി. അമ്മാവാ, ഇത്തവണ ഞാനാണ് അമ്മാവനോടൊപ്പം വരുന്നത്, ഞണ്ട് തിടുക്കത്തിൽ പറഞ്ഞു. കൊക്ക് സമ്മതിച്ചു. ഇടയ്ക്ക് ഞണ്ടിറച്ചി തിന്നുന്നതും ഒരു രസമാണ്, കൊക്ക് മനസ്സിലോർത്തു. വയസ്സൻ കൊക്ക് ഞണ്ടിനെയും ചുണ്ടിലൊതുക്കി ആകാശത്തിലൂടെ പറന്നു. കുറേ നേരം പറന്ന ശേഷം കൊക്ക് സാവധാനം താണു. കുന്നിനപ്പുറമുള്ള പാറ എത്തിയിരുന്നു. ഞണ്ട് ചുറ്റും നോക്കി. തടാകമൊന്നും കാണുന്നില്ല. പടുകൂറ്റൻ പാറ, പാറമേൽ മീൻമുള്ളുകൾ മാത്രം. ഞണ്ടിന് ആദിയായി. അവന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടുകയും ചെയ്തു. കൊക്ക് തൻ്റെ കൂട്ടുകാരായ മീനുകളെ മുഴുവൻ തിന്നിരിക്കുന്നു. അപകടം മനസ്സിലാക്കിയ ഞണ്ട് ഞൊടിയിടയ്ക്കുള്ളിൽ ഇറുക്കുകാലുകൾ കൊണ്ട് കൊക്കിൻ്റെ കഴുത്തിൽ ബലമായി ഇറുക്കി. സർവശക്തിയും ഉപയോഗിച്ച് കൊക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. താമസിയാതെ ചതിയൻ കൊക്ക് പിടഞ്ഞു മരിച്ചു.